ഹായ് ഫ്രണ്ട്സ്, ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇലക്ഷൻ ജനാധിപത്യം പൂത്തുലഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ. ജമ്മു കാശ്മീരിൽ ഒക്ടോബറിന് മുമ്പ് ഇലക്ഷൻ നടത്തിയിരിക്കണമെന്ന് സുപ്രീം കോടതി അന്ത്യശാസനം നൽകി. അതുകൊണ്ടാ അതെന്താണെങ്കിലും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. തീർച്ചയായും ജനഹിതം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഇലക്ഷൻ നടത്തി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകള നടപടിയെ ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം അതുവരെ പ്രത്യേക പദവിയുടെ പേരിൽ ഒരുപാട് വിഘടനവാദികൾ ജമ്മു കാശ്മീരിൽ തമ്പടിച്ചിരുന്നു. അവർക്കെല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് സാമ്പത്തികമായും അല്ലാതെയും സംരക്ഷണം നൽകിയിരുന്നു. ഒരുപക്ഷെ BJP ഗവൺമെന്റ് ചെയ്ത അപൂർവം ചില നല്ല കാര്യങ്ങളിലൊന്ന് ഇത്തരം വിഘടനവാദികൾക്കുള്ള സാമ്പത്തിക സഹായവും സംരക്ഷണവും പിൻവലിച്ചു എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ ടാക്സ് പെയറിന്റെ ചെലവിൽ ഉണ്ടുറങ്ങി കഴിഞ്ഞിരുന്ന വിഘടനവാദികൾക്കൊക്കെ ഇവിടം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. എത്രയെത്രയോ ഹുരിയത്ത് നേതാക്കന്മാർ, അങ്ങനെ എത്രയെത്രയോ സംഘടനകൾ. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ജനാധിപത്യപരമായിട്ടല്ല എങ്കിൽ പോലും ഇപ്പോഴാണ് ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായി തീർന്നിരിക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ മിണ്ടുന്നില്ലല്ലോ. മറ്റവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ജമ്മു കാശ്മീരിന് വേണ്ടിയുള്ള ഹോളി വാർ, വിശുദ്ധ യുദ്ധം. അത് ഏതായാലും അവസാനിച്ചു, നല്ലതൊക്കെ തന്നെ. അതിലെല്ലാം ഉപരി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയും BJPയും തുല്യമായ സീറ്റുകൾ പങ്കിട്ടു, 2-2. അതും BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ഇലക്ഷൻ നടത്തുവാൻ തീരുമാനിച്ചത്. പക്ഷേ BJP ചെയ്ത ഏറ്റവും വലിയ ദ്രോഹങ്ങളിലൊന്ന് ജമ്മു കാശ്മീരിൽ പോലും റിലീജിയസ് പോളറൈസേഷൻ അല്ലെങ്കിൽ ആ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. റിസൾട്ട് ഇപ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ആ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ജമ്മുവില് BJPക്ക് ആയിരിക്കും മുൻതൂക്കം, എന്നാൽ കാശ്മീരിൽ 8 നിലയെ പൂട്ടും. പിന്നെ ആരധികാരത്തിൽ വരുമെന്നുള്ളത് ഇലക്ഷന് ശേഷമുള്ള ചർച്ചകളിലൂടെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. പിന്നെ BJP ആരുമായി ചേരാൻ തയ്യാറായിരിക്കുകയാണ്. അവർക്ക് ആ പ്രശ്നമൊന്നുമില്ല. ആരുമായിട്ട് വേണം കൂടുകൂടും, അധികാരം കിട്ടിയാൽ മാത്രം മതി. അതാണ് ചരിത്രം തെളിയിക്കുന്നത്. അതുകൊണ്ട് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ളത് ഇലക്ഷൻ ശേഷമേ പറയാനാവുകയുള്ളൂ. ഹരിയാനയിലേക്ക് വന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റുകൾ തുല്യമായി പങ്കിട്ടു. 5 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 5 സീറ്റ് BJPക്കും. എങ്കിൽ പോലും BJPക്ക് അവിടെ ഒരു എഡ്ജ് കൂടുതലുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുകയാണ്. അത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയാണ്. കലമുടയ്ക്കാന്നൊക്കെ പറയാലേ. അധികാരത്തിൽ എത്തുമ്പോഴേക്കും അവർ തമ്മിൽ വഴക്കാവും. ഒരു ഉദാഹരണം എടുക്കുക, രാജസ്ഥാനില് ഈസിയായി ജയിക്കാമായിരുന്നു. പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ പ്രധാന മത്സരം എന്ന് പറയുന്നത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലായിരുന്നു. അടിമൂതപ്പോ BJP അധികാരത്തിൽ വന്നു. അല്ലെ പഞ്ചാബിലോ ഇത് തന്നെയായിരുന്നു സ്ഥിതി. വേണ്ട, കേരളത്തിലേക്ക് നോക്ക്, കോൺഗ്രസ് ഇവിടെ ശക്തമാണ്. കാരണം പ്രതിപക്ഷത്താണ്. എങ്ങാനും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അപ്പം തുടങ്ങുവാണി. ഇപ്പോൾ തന്നെ 4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാ. ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. ഓരോരുത്തരും തങ്ങളുടെ ആളുകൾക്കായി സീറ്റുകൾ ബുക്ക് ചെയ്യും, ജയസാധ്യത മാറ്റിവെക്കപ്പെടും, അവസാനം അലമ്പായി തീരും. അതാണ് ചരിത്രം. പക്ഷേ നമ്മൾ നോക്കിക്കാണ്ട വേറൊരു കാര്യമുണ്ട്. കാശ്മീരിലും ഹരിയാനയിലും ഇലക്ഷൻ നടക്കുമ്പോൾ അതോടൊപ്പം ഇലക്ഷൻ നടത്താമായിരുന്ന മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല? നവംബറിൽ കാലാവധി തീരുകയാണ് അവിടുത്തെ നിയമസഭയുടെ. കാരണം സിമ്പിൾ, BJP ജയിക്കാൻ സാധ്യതയില്ല. അതിനെ കാരണം 2 വർഷം മുമ്പ് ഞങ്ങൾ കേരളം പിടിക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, കേരളം പിടിക്കില്ലെന്ന് മാത്രമല്ല കർണാടക നഷ്ടമാവുകയും ചെയ്യും. അതോടൊപ്പം അതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിലെ സ്ഥിതിയും BJPക്ക് ആശാസ്യമല്ല എന്ന്. അത് തന്നെയാണ് ലോക്സഭ ഇലക്ഷൻ തെളിയിച്ചതും. അതുകൊണ്ട് തന്നെയാണ് BJP മഹാരാഷ്ട്ര ഇലക്ഷൻ ഇപ്പോൾ നടത്താത്തത്. ഏതാണെങ്കിലും ഇലക്ഷൻ നടത്തുന്നത് അത് കാശ്മീരിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. അന്തിമഫലം എന്താകുമെന്ന് കത്തിരുന്ന് കാണാം.